ഹലോ ഗായ്സ്, വെൽക്കം ടു സോറ വൈറ്റി. ഗായ്സ്, നമ്മൾ പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ജസ്റ്റ് ഒന്ന് നമ്മളെ ഈ ഇതെന്ത് നോക്കിയത്, ഈ ബോർഡ് നോക്കിയത് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഫുള്ള് മലയാളി പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഫുള്ള് മലയാളി പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ മലയാളി പ്ലേയേഴ്സ് ആയിട്ടുള്ള മാച്ചാണ്. നമ്മളെന്തായാലും അവരാണ് ഭയങ്കര വലിയ കളി കളിച്ചിട്ട് ഒരു റൗണ്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മളാണ് പാവങ്ങൾ, നമുക്ക് കളിക്കാൻ അറിയത്തില്ല. നമ്മളെല്ലാം രൂപന്മാരായതുകൊണ്ട് നമ്മളെങ്ങനെയൊക്കെയും പിടിച്ച് കളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാർ ഭയങ്കര കളിയാണ്. ഒന്നും നടക്കുന്നില്ല. ഭയങ്കര വലിയ കളി, ഒന്നും നടക്കുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും കളിയെടുക്കാൻ നോക്കും. സീക്കോ എന്നെ വന്ന് പൊക്ക്, ഞാൻ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്ന സീക്കോ നമ്മളെ പൊക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും കളി ഓപ്പോസിറ്റ് മലയാളീസ് ആണ്. നരകവാതിൽ എന്ന് പറഞ്ഞ ഒരു ഗിൽഡിലുള്ള പ്ലേയേഴ്സ് ആണ് ഓപ്പോസിറ്റ് വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് കളിക്കണം. ഇവരെങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും കളിക്കുന്നത്. പക്ഷേ നല്ല ഓപ്പോണൻസ് ആണ്. ഭയങ്കര ഓവർ പവർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് ഗൈസ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ടാനോസ് പിന്നെ ഇവരൊക്കെയാണ് ആകെയുള്ള ലാസ്റ്റുള്ള ഈ ഇവരെയാണ്. എലോൺ മസ്ക് കളി കളിച്ച് തൂക്കിയിട്ടുണ്ട്. എലോൺ മാസ്ക് ആണ് ഇതിൽ ഹൈലൈറ്റ്. എലോൺ മാസ്ക് ആണ് ഇതിൽ ഹൈലൈറ്റ് ഗൈസ്. എലോൺ മാസ്ക് മറ്റേ നോക്സി ബിജി ടാനോസിനെ തൂക്കിയിട്ടുണ്ട്. എക്കോ അടിക്കുന്നുണ്ട്. അത് ആരെ മൈക്കുന്നുണ്ടെങ്കിൽ ഓഫ് ആക്കേണ്ടതാണ്. നോക്സി ബിജി ടാനോസ് എന്ന് പറഞ്ഞാൽ നരകവാതിൽ എന്നുള്ള പറഞ്ഞ മലയാളീസിനെയാണ് ഓപ്പോസിറ്റ് ഇട്ടേക്കുന്നത്. ഞാൻ എല്ലാവരും മൈക്ക് മ്യൂട്ടാക്കുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കൂലായിരിക്കും. ഇത്ര അലപ്പുള്ള സമയത്ത് ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കൂലായിരിക്കും. ഇത് നാളെ, അതായത് നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ഡേറ്റ് 6 ജൂൺ 7 വരുന്ന വീഡിയോ ആണിത്. ഗൈസ്, ഓപ്പോസിറ്റ് മലയാളീസ് വന്നിട്ടുണ്ട്. മലയാളീസിനെ എങ്ങനെയെങ്കിലും അടിക്കണം എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നത് നമ്മളാണ്. സോ എൻ്റെ അടുത്തേക്ക് ഒരു മലയാളി കയറി വന്നു. അവളെ ഞാനെല്ലാം കൂടി അടിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട്. ഇത് രക്ഷയില്ല മച്ചാന്മാരെ. ഭയങ്കര വലിയ കളിയിലാണ്. ഇവിടെ ആണെങ്കിൽ 2 പേര് എനിക്കും ഉണ്ടാവാറ്. പക്ഷെ നമ്മളതിൽ എടുത്തതേ ഉള്ളൂ. നമ്മളെ സീക്കോ ആണ് ലാസ്റ്റ് അലൈവ് നിൽക്കുന്നത്. സീക്കോ എങ്ങനെയെങ്കിലും 1v2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കളി എടുക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയെങ്കിലും ഈ കളി ജയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷെ സീക്കോനെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല. സീക്കോനെ ലെഫ്റ്റിലായിട്ട് വന്നിട്ടുണ്ട് പ്ലേയേഴ്സ്. പക്ഷെ അടിച്ച് തൂക്കിയിട്ടുണ്ട്. ഭാര്യ അടിച്ചിട്ടുണ്ട്. നമ്മളെ ഭയങ്കര വലിയ അടി അടിച്ചിട്ട് നമ്മളങ്ങ് തീർത്ത് വിട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് വന്നേക്കുന്നത്. സോ എങ്ങനെയെങ്കിലും കളി എടുക്കണം എന്നുള്ള മൈൻഡിലാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കും. പക്ഷെ നമ്മൾ നൂപന്മാരായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാൻ അറിയത്തില്ല. നമ്മൾ പാവങ്ങളാണ്, നൂബുകളാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കളിക്കും. പക്ഷെ എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് ഒരു റൗണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ട്. മാക്സിമം ക്യാമ്പ് അടിച്ച് കളിക്കാൻ പറയട്ടെ. എടാ എല്ലാവരും ക്യാമ്പ് അടിച്ച് കളിക്കുക. റഷ്യയുടെ കളി കിട്ടൂല. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന റഷ്യർ അതേപോലെ അധികം അലപ്പുണ്ടാക്കല. അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ്. നിങ്ങൾ അധികം റഷ് ചെയ്യല്ല. ഒന്ന് ക്യാമ്പ് അടിച്ച് കളിച്ചാൽ മതി. ഓപ്പോസിറ്റ് നല്ല കളിക്കുന്ന പ്ലേയേഴ്സാ. പറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ അമ്മാര് 2 കളിയൊക്കെ തൂക്കി. ഒന്നും പറയാനില്ല. വെച്ച് കീറ്റുന്നടേ. ഒരു രക്ഷയില്ല. അടിയോടടി ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കളിക്കാനെല്ലാം പറ്റുന്നില്ല ഇവരപ്പരം. പക്ഷെ നമ്മളെ നോക്കിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല. 5 ഇയർ ടാഗൊക്കെ ഇട്ട് പാസ്സാക്കുന്നുണ്ട്. നമ്മള് ഓപ്പോസിറ്റ് നല്ല കളിക്കുന്ന പ്ലേയേഴ്സാ. നമ്മളെ കൊണ്ട് എന്തായാലും മുക്കിയാൽ പോലും അവരെ അത്രയും കളിക്കാനൊന്നും പറ്റില്ല. ഒരു രക്ഷയില്ല. അപ്പുറത്ത് നല്ല കളിക്കുന്ന ടീംസാണ്. നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല.
നമ്മൾ എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. ഇനി ഈ റൗണ്ടും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല കളിക്കുന്നതെന്ന് വെച്ചിട്ടില്ല, അങ്ങനെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. നമ്മളെ കൊണ്ടൊന്നും മുക്കിയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ക്യാമ്പ് അടിച്ച് കളിക്കാൻ പറഞ്ഞിട്ടാണുള്ളത്, അല്ല കയറി കൊടുത്താൽ നമ്മൾ പടാവും. അമ്മമാർക്ക് മാക്സിമം ഒന്ന് ടഫ് കൊടുക്കണം. ഈസി ആയി കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ കയറി അങ്ങ് കളിക്കും. മാക്സിമം ഈസി ആയി കൊടുക്കണം. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളെ ടീമിൽ എല്ലാവരും അലൈവ് തന്നെയാണ്. പക്ഷെങ്കിൽ മാക്സിമം നോക്കിക്കണം. എന്തെങ്കിലും നോക്കി ഇന്നില്ലെങ്കിൽ നല്ല അടി കിട്ടും, അവൻ പടാവും. സോ ആരും കയറി ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നൈസ്, ഒരു നോക്കിട്ടിട്ടുണ്ട്. നമ്മളെ എലോൺ മാസ്ക് ആണ് ഒരു നോക്കിട്ടിട്ടുണ്ട് ഗൈസ്. എലോൺ മാസ്ക് സീനാർ മുത്തേ. എലോൺ മാസ്ക് ആണ് നമ്മുടെ ഈ മാച്ചിലെ ഹൈലൈറ്റ്. നാളെ വരാൻ പോകുന്ന മാച്ചിലെ ഹൈലൈറ്റ് പ്ലെയർ ആണ് നമ്മളെ. അത്രയും കുത്തിപ്പിടിച്ചിട്ട് പോലും ഇവന്മാർ ഡെഡായില്ല. എലോൺ മാസ്ക് എന്താ പോലെ, എലോൺ മാസ്ക് വിഷയമാണ്, ഒന്നും പറയില്ല. ഈ മാച്ചിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലെയർ എലോൺ മാസ്ക് ആണ്. ഇത്രയെങ്കിലും ട്രൈ ചെയ്ത് ഇവൻ പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. ഇത് നാളെ വരാൻ പോകുന്ന വീഡിയോ ആണ്. പക്ഷേ 1-4 പൊട്ടി. അതാണ് ഒരു വിഷമം. ഒരു കളിയെങ്കിലും എടുക്കാൻ പറ്റിയത് നല്ലൊരു കാര്യം എന്ന് പറയാം കേട്ടോ. ഒരു റൗണ്ടെങ്കിലും എടുക്കാൻ പറ്റിയത് അത് വലിയൊരു കാര്യം തന്നെ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ഒരു റൗണ്ടെങ്കിലും എടുക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഗൈസ് നാളെ ജൂൺ 7 വരാൻ പോകുന്ന വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം എന്തായാലും നോക്കിക്കോ. നമ്മളെ എന്തായാലും ഒരു കളിയെങ്കിലും ഒരു റൗണ്ടെങ്കിലും എടുത്ത് മാക്സിമം ഹൈലൈറ്റ്, നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വെക്കുന്ന പ്ലെയറാണ് എലോൺ മാസ്ക്. കാരണം ഇവന് 3 കില്ലെടുത്ത് ഗൈസ്. അത്ര ആളെ വന്നിട്ട് 3 കില്ലെല്ലാം എടുത്തേക്ക് ചെക്കൻ ഗൈസ്. അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ് സോറോ ആയിട്ട്. നാളെ ജൂൺ 7 വരാൻ പോകുന്ന പുതിയ വീഡിയോ ആണ്.